Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. തുടങ്ങാം. Start ചെയ്യാമോ? Okay. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തി കോഡിങ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? കോഡിങ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? അത്രയും ഭാഗങ്ങളൊക്കെ മനസ്സിലായി എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഓൺമ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ കോഡിങ്ങിന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, എല്ലാ മെഡിക്കൽ റെക്കോർഡ്സ് അതിപ്പോ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ ഇൻ പേഷ്യൻസ് ആയിക്കോട്ടെ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാം തന്നെ ICD കോഡിംഗ് പ്രകാരം അല്ലെ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതായത് നമ്മുടെ രോഗങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായി കഴിഞ്ഞാലും നമ്മുടെ പേഷ്യൻസിൽ ചെയ്യുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ എന്താണ് തരംതിരിക്കാനായിട്ട് സോർട്ട് ചെയ്യാനായിട്ട് ഗ്ലോബലി കേട്ടോ ആഗോള തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു ക്രൈറ്റീരിയ ആണ് കേട്ടോ. ICD കോഡിംഗ് എന്നാണ് പറയാ. അപ്പൊ അതനുസരിച്ച് കൊണ്ട് എല്ലാ മെഡിക്കൽ റെക്കോർഡ്സുകളും അത് ഔട്ട് പേഷ്യന്റ് ആയാലും ഇൻ പേഷ്യൻസിന്റെ ആയാലും മെഡിക്കൽ റെക്കോർഡുകള് ആൽഫ ന്യൂമറിക് കോഡ്സിലോട്ട് മാറ്റിയിരിക്കണം കേട്ടോ. ആൽഫ ന്യൂമറിക് കോഡ് എന്ന് പറയുന്ന ആൽഫബറ്റ്സും അവിടെ ഉപയോഗിക്കുന്നുണ്ട്, നമ്പേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് മിസ്സിംഗ് റെക്കോർഡ്സ് കേട്ടോ. മിസ്സിംഗ് റെക്കോർഡ്സ് അതിനകത്ത് വേറെ പോയിന്റുകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ ക്വസ്റ്റ്യനുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സാധാരണഗതിയില് മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ഒരു 3 വർഷമൊക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മെഡിക്കൽ റെക്കോർഡ്സ് മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ ചെയ്യാന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. മിസ്സിംഗ് റെക്കോർഡ്സ് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ. വേറെ അങ്ങനത്തെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. സം പെർസെന്റേജ് ഓഫ് ഫൈൽസ് do not find in the specific place where they are assumed to be. This could be owing to non-receiving, not keeping in the proper place and wrongly filing. അല്ലെ, ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ റെക്കോർഡുകൾ എന്ത് ചെയ്യപ്പെടാം, മിസ്സാവാം അല്ലെ. അതായത് ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് കണ്ടുവെന്ന് വരില്ല. അതിന് പല റീസൺസ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ എന്തായിരിക്കും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അത് പ്രോപ്പർ ആയിട്ട് ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ശരിയായ സ്ഥലത്ത് ചിലപ്പോൾ അവരത് സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായ രീതിയിലായിരിക്കും അവര് ഫയൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെ. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ബുക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സായി പോവാറുണ്ട് അല്ലെ. നമുക്ക് ചിലപ്പോൾ ഓർമ്മയില്ലാണ്ട് വല്ലയിടത്ത് മാറ്റിയിട്ട് നമ്മൾ വെക്കും അല്ലെ. വെക്കേണ്ട സ്ഥലത്തൊന്നും വെക്കാതെ വേറെ എവിടെയെങ്കിലൊക്കെ ഇടയിലൊക്കെ കൊണ്ടുവച്ച് അങ്ങനെയൊക്കെ മിസ്സാവാറില്ലേ. അതുപോലെ തന്നെ അത് ഇവിടെ പറഞ്ഞത് കേട്ടാ. ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അത് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല, ശരിയായ സ്ഥലത്ത് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവില്ല, തെറ്റായ രീതിയിലായിരിക്കാം ചിലപ്പോൾ അത് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് മെഡിക്കൽ റെക്കോർഡുകൾ ചിലപ്പോ മിസ്സാകാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നാണ് അവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. In such circumstances, when a patient attends either for outpatient or inpatient services, it will be difficult to provide treatment without a patient record. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ അവർക്ക് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ നമുക്ക് അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമുക്കറിയാലോ മെഡിക്കൽ റെക്കോർഡിനകത്ത് ആ ഒരു പേഷ്യന്റിന്റെ ഫുൾ ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ നമുക്ക് ആ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ നോക്കിയേ MRO എന്ന് പറഞ്ഞാൽ ആരാണ്, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. ആരാണ്, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഓക്കെ, the medical record officer might be able to get back them later, but at that stage the only opinion left for him to create a duplicate record with a similar number and with the all earlier ID number.
കേട്ടോ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യാനേ നിവർത്തിയുള്ളൂ? ഒന്നുകിൽ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക് ഈ പറയുന്ന ആ ഒരു മിസ്സായ റെക്കോർഡ് വേണമെങ്കിൽ അവർക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് കൊടുക്കണമെങ്കിൽ ചെയ്യാവുന്ന ഒരു മാർഗം എന്താണ്? ആ മിസ്സായ മെഡിക്കൽ റെക്കോർഡിന്റെ അതേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, ആ സിമിലർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. ഇത് ഓൾ ക്ലിയർ ഐ ഡി ഡാറ്റ ആണ്. ആ രോഗിയുടെ മുൻപുണ്ടായിരുന്ന എല്ലാ ഐ ഡി ഡാറ്റയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതേ സെയിം നമ്പറിൽ മിസ്സായ അതേ മെഡിക്കൽ റെക്കോർഡ് നമ്പറിൽ പുതിയൊരു റെക്കോർഡ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് അവിടെ ചെയ്യാവുന്ന ഒരു മാർഗം. ഓക്കെ. പിന്നെന്താണ്? The duplicate record should be kept by the MRO without filing and promptly should trace out the original records and combine all this form of duplicate record into original record and then the record must be filed. അപ്പോ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആരാണ് കീപ്പ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ, സൂക്ഷിക്കുന്നത്. പക്ഷെ അത് എന്ത് ചെയ്ത് വെക്കുന്നില്ല? ഫയൽ ചെയ്ത് വെക്കുന്നില്ല. അദ്ദേഹം അത് സൂക്ഷിച്ചു വെക്കും. അതോടൊപ്പം തന്നെ ഒറിജിനൽ, അതായത് മിസ്സായ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കും. അതിനുശേഷം ഒറിജിനൽ റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡുകൾ അതുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്ത് വെക്കും? ഫയൽ ചെയ്ത് വെക്കും. അതിൽ വേറെ ക്വസ്റ്റ്യൻസിനൊന്നും സാധ്യതയൊന്നുമില്ല. മനസ്സിലാക്കി വെക്കാം. അതായത് റെക്കോർഡ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അതേ മിസ്സായ റെക്കോർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ അതിൽ എൻറ്റർ ചെയ്തിരുന്ന ആ ഒരു പേഷ്യന്റിന്റെ ID ഡാറ്റകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. ആ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആരാണ് കെപ്റ്റ് ചെയ്യുന്നത്? അതൊന്ന് ശ്രദ്ധിക്കണം. ആരാണ് കെപ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണത് സൂക്ഷിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, അത് ഫയൽ ചെയ്ത് വെക്കുന്നില്ല. അതിനോടൊപ്പം ഒറിജിനൽ റെക്കോർഡ് ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഫോംസ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് അത് എന്ത് ചെയ്ത് വെക്കുന്നു? ഫയൽ ചെയ്ത് വെക്കും കേട്ടോ. അത്രയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? മിസ്സിംഗ് റെക്കോർഡ്സ് മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് കേട്ടോ. എന്താണ് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്? ഇനി ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാം? അതായത് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ റെക്കോർഡ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പേഷ്യന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരാൻ സാധാരണഗതിയിൽ വരാൻ പാടില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിന് മാനേജ് ചെയ്യുക? നമ്മൾ തുടക്കം പറഞ്ഞു, ഒരു പേഷ്യന്റിന് ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡും ഒരു സിംഗിൾ ID നമ്പറേ ഉണ്ടായിരിക്കുള്ളൂ. അത് മാത്രമാണ് അവരുടെ പരിചരണത്തിലുടനീളം ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. പക്ഷേ ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത് കേട്ടോ? ആ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാം. Generally, each patient should have one record and one number. Due to improper system of carelessness of the MRD staff, the patients may have more than one record. അല്ലെ, സാധാരണഗതിയിൽ ഒരു പേഷ്യന്റിന് എന്താണ് ഒരു റെക്കോർഡും ഒരു നമ്പറും ആണ് ഉണ്ടായിരിക്കുക അല്ലെ. പക്ഷെ എന്താണ്, ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഫൈലിംഗ് സിസ്റ്റം ഒന്നും ഇല്ലാത്തത് മൂലം ചിലപ്പോൾ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ. In that circumstance, it becomes compulsory to retain one record by cancelling others. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒരേ ഒരു റെക്കോർഡ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് മറ്റുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കളയണം അല്ലെ. അതായത് ഒരുപാട് റെക്കോർഡ് ഒരാൾക്ക് വേണ്ടി സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒറ്റ മെഡിക്കൽ റെക്കോർഡ് റീറ്റെയിൻ ചെയ്യുക, മറ്റുള്ള റെക്കോർഡ്സുകൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യാം. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളത് റീറ്റെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും ചില പ്രയോറിറ്റി കൊടുക്കണം. ചില പ്രയോറിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മെഡിക്കൽ റെക്കോർഡ്സുകൾ റീറ്റെയിൻ ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോക്കാം. The suitable procedures are to retain a record as a priority.
നമ്മൾ പറഞ്ഞു ഒരു റെക്കോർഡ് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള റെക്കോർഡ്സുകൾ എന്ത് ചെയ്ത് കളയുക, ക്യാൻസൽ ചെയ്ത് കളയുക. അങ്ങനെ വരുമ്പോ അതിൽ തന്നെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഒരു പേഷ്യന്റിന്റെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരുമ്പോ ആ റെക്കോർഡുകളിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതാണോ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് സെക്കൻഡ് പ്രയോറിറ്റി ആർക്കാണ്, തേർഡ് പ്രയോറിറ്റി, ഫോർത്ത് പ്രയോറിറ്റി ഏതൊക്കെ റെക്കോർഡിനാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നാമത്തെ നോക്കാം, വിച്ച് ഈസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾക്കാണ് ഇപ്പോഴും നമ്മൾ റീറ്റെയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് ഒരുപാട് റെക്കോർഡുകൾ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റില് നമുക്ക് ഒരു റെക്കോർഡ് റീറ്റെയിൻ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇങ്ങനത്തെ റെക്കോർഡുകൾക്കാണ്, മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ് കേട്ടോ. മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ, അതായത് മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾക്കാണ് ഇപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാര്യം ശരിയാണ്, മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോ ഭാവിയിലായാലും എന്തെങ്കിലും അന്വേഷണമോ ലീഗൽ പ്രൊസീഡിങ്സുകളൊക്കെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാല് നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ശരിയാവില്ല. കാരണം മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ, സൂയിസൈഡോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ മറ്റെന്തെങ്കിലും ഗുരുതരാവസ്ഥ സംബന്ധമായ മെഡിക്കൽ കേസുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഭാവിയിൽ ചിലപ്പോൾ അത് എന്തെങ്കിലും കാരണവശാൽ അത്തരം കേസുകളൊക്കെ വന്നു കഴിഞ്ഞാല് ലീഗൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ എവിഡൻസും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ റെക്കോർഡുകൾ നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കണം, ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മെഡിക്കോ ലീഗൽ നേച്ചർ ആയിട്ടുള്ള മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡാണ്. ഒബ്സ്ട്രക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതായത് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് അല്ലെ, അതുമായിട്ടൊക്കെ അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഒരുപോലെ അല്ലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റീവ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളാണ് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതിനാണ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒത്തുവയ്ക്കാട്ടോ, സെക്കൻഡ് പ്രയോറിറ്റി ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ്. തേർഡ്ലി അഡ്മിറ്റഡ് റെക്കോർഡാണ് കേട്ടോ. തേർഡ്ലി അഡ്മിറ്റഡ് റെക്കോർഡാണ്. അഡ്മിറ്റഡ് റെക്കോർഡിനാണ് മൂന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഫോർത്ത് പ്രയോറിറ്റി ഈസ് ഓൾഡസ്റ്റ് റെക്കോർഡ് കേട്ടോ. നാലാമത്തെ പ്രയോറിറ്റി ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡ്. ചിന്തിക്കും, പഴയ റെക്കോർഡിന് എന്തിനാണ് ഇത്ര പ്രയോറിറ്റി കൊടുക്കുന്നത്, ക്യാൻസൽ ചെയ്യാലോ എന്ന് ഓർക്കും. അങ്ങനെയല്ല, ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്ൻ ഇൻ ദി റിലവന്റ് ഇൻഫർമേഷൻ. ചിലപ്പോൾ രോഗിയുടെ നിലവിലുള്ള അവസ്ഥയുമായിട്ട് എന്തെങ്കിലും റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. എന്താണ്, പഴയ റെക്കോർഡുകളാണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യണം, അത് റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഈ പ്രയോറിറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ള റെക്കോർഡുകൾക്കാണ്. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ്. തേർഡ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് അഡ്മിറ്റഡ് റെക്കോർഡിനാണ്. ഫോർത്ത് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, ഓൾഡസ്റ്റ് റെക്കോർഡാണ്. പക്ഷെ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം that containing the relevant information. പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിലവന്റ് ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള ഓൾഡസ്റ്റ് റെക്കോർഡിനാണ് ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരികയാണ്, ഒരു പേഷ്യന്റ് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നാല് റിട്ടേൺ ചെയ്യേണ്ട പ്രയോറിറ്റി ഏത് ഓർഡറിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏത് റെക്കോർഡിനാണ് അല്ലെങ്കിൽ തേർഡ് പ്രയോറിറ്റി ഏത് റെക്കോർഡിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്ത് ചെയ്യണം, the remaining records must be cancelled and given a close reference numbers. അല്ലെ, ബാക്കിയുള്ള റെക്കോർഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് അതിനൊരു ക്രോസ് റെഫറൻസ് നമ്പേഴ്സ് കൊടുക്കുക. അതായത് ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു സിമ്പൽ കൊടുക്കുക, ഒരു എന്താ പറയുക, ക്രോസ് റെഫറൻസ് നമ്പേഴ്സ് കൊടുക്കുക. ഈ ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കുന്നതിനും വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ക്യാൻസൽ ചെയ്തതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനും, പിന്നെ ക്യാൻസൽ ചെയ്ത റെക്കോർഡിലെ വിവരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻസൽ ചെയ്ത റെക്കോർഡുകൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാല് അത് ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാനും ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്രോസ് റെഫറൻസ് നമ്പർ ഇട്ട് വെക്കുന്നത് കേട്ടോ. അതുപോലെ അതിന്റെ വിവരങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ് നഷ്ടപ്പെടുന്നില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് ആ റെക്കോർഡിലെ വിവരങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ഒരു സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രോസ് റെഫറൻസ് നമ്പേഴ്സ് ഇട്ട് വെക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഓഡിറ്റിങ്ങിന്റെ പർപ്പസിനും മറ്റുമായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഓക്കെ, അതിനുശേഷം എന്താണ്, ബ്രിങ് ഓൾ ഡോക്യുമെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ റിട്ടേൺഡ് റെക്കോർഡ്.
അതിനുശേഷം ബാക്കി നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സുകളും ഒരുമിച്ച് കൊണ്ടുവന്ന് റീറ്റെയിൻ റെക്കോർഡിലേക്ക് ജോയിൻ ചെയ്യുക അല്ലെ. അതായത് എല്ലാ ഡോക്യുമെന്റ്സുകളും എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഫോമുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ഏതാണോ റീറ്റെയിൻ ചെയ്ത റെക്കോർഡിലേക്ക് ആ എല്ലാ ഡാറ്റകളും ഒരുമിച്ച് കമ്പൈൻ ചെയ്യും. ഓക്കെ, ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അപ്പൊ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണ്, ഫോർത്ത് ഏതാണ് കൊടുക്കുക. ബാക്കിയുള്ളത് ക്രോസ് റെഫറൻസ് ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത എല്ലാ ഡോക്യുമെന്റ്സുകളും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും റീറ്റെയിൻ ചെയ്ത റെക്കോർഡിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് അതായത് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 2 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. റെക്കോർഡ്സുകളുടെ വിതരണവുമായിട്ട് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. എന്താണ് ഫുൾ അണ്ടർലൈൻ ചെയ്യുന്ന തേർഡ് പോയിന്റ്? വേണം കേട്ടോ. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് അല്ലേ, അതിൽ 3ാമത്തെ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. 3ാമത്തെ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്, മുഴുവൻ മാർക്ക് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, പ്രയോറിറ്റി ചോദിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനാ കൊടുക്കുക? അപ്പൊ നിങ്ങൾക്ക് ആ ഓപ്ഷനകത്ത് ഏതാണ്? മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ. സെക്കൻഡ് ഏതിനാ? ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്. തേർഡ് ഏതിനാ? അഡ്മിറ്റ് റെക്കോർഡ്. ഫോർത്ത് പ്രയോറിറ്റി ഏതാണ്? ഓൾഡസ്റ്റ് റെക്കോർഡ് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറിപ്പോകുന്നത്. അടുത്തത് നോക്കുക, സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. It is the responsibility of the medical record department to supply of medical records to the authorized persons. അവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യണം. റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതായത് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? MRDക്കാണ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ. അവരാണ് എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ്സുകൾ സപ്ലൈ ചെയ്യുന്നത്. അതും എല്ലാവർക്കും സപ്ലൈ ചെയ്യോ? ഇല്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അല്ലെ, അധികാരപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യുന്നുള്ളൂ? റെക്കോർഡ്സുകളെ സപ്ലൈ ചെയ്യുന്നു. ഇനി എന്തൊക്കെ പർപ്പസുകൾക്ക് വേണ്ടി നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാം? എന്തൊക്കെ പർപ്പസിനാണ്? ഒന്ന്, പേഷ്യന്റ് കെയർ പർപ്പസ് അല്ലെ. പേഷ്യന്റ് കെയർ അതായത് പരിചരണത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, രോഗികളുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ട്, അതായത് അവർക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റുകളും മറ്റു പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർക്കോ അല്ലെങ്കിൽ നഴ്സിനോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ഏതെങ്കിലും അനുബന്ധ മെഡിക്കൽ സ്റ്റാഫുകൾക്കോ എന്ത് ചെയ്യാവുന്നതാണ്? അവർക്ക് നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാവുന്നതാണ്. കാര്യം ആസ് എ പാർട്ട് ഓഫ് ദെയർ പേഷ്യന്റ് കെയർ അല്ലെ. പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ റെക്കോർഡ്സുകൾ ഒന്നുകിൽ ഡോക്ടർക്കോ നഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ അനുബന്ധ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കൊക്കെ എന്ത് ചെയ്യാം? സപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ പർപ്പസസ്. മെഡിക്കോ ലീഗൽ പർപ്പസുകളുടെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെഡിക്കൽ റെക്കോർഡ്സുകൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കോർട്ടിനാവാം, കോടതിക്കാവാം, ലോയേഴ്സിനാവാം, ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാവാം അല്ലെ. ഇപ്പൊ കോർട്ടിനും അതുപോലെ ലോയേഴ്സിനൊക്കെ ആണെങ്കിൽ പല ഇൻവെസ്റ്റിഗേഷൻസിന് അല്ലെ, ലീഗൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഷുറൻസ് കമ്പനികൾക്കാണെങ്കിൽ ക്ലെയിമിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന്, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ടീംസിന് അല്ലെ, ഈ അക്രഡിറ്റേഷൻ ലൈസൻസിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ആവശ്യം വരാറുണ്ട്? മെഡിക്കൽ റെക്കോർഡുകൾ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ നമ്മൾ തുടക്കമേ പറഞ്ഞല്ലോ, മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്കും നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. പിന്നെ പറയുന്നത് ക്ലിനിക്കൽ മീറ്റിംഗ്സ് ആണ്. അതായത് ഈ പറയുന്ന ഡോക്ടേഴ്സുകൾ എന്തെങ്കിലും അറ്റൻഡിങ് ദ കോൺഫറൻസസ് ഓഫ് വെബിനാർ അല്ലെ, അവരുടെ ആ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഈ പറയുന്ന സെമിനാറുകളിലോ കോൺഫറൻസുകളിലോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലും അത്തരം ക്ലിനിക്കൽ മീറ്റിംഗ്സിലും എന്ത് ചെയ്യേണ്ടതായിട്ട് വരാം? മെഡിക്കൽ റെക്കോർഡുകൾ ചിലപ്പോൾ അവർക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. അപ്പൊ ആ സപ്ലൈ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്.
അത് ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ അത് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തൊക്കെ പർപ്പസിനാണെന്നുള്ളതാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. പേഷ്യന്റ് കെയർ പർപ്പസ്, മെഡിക്കോ ലീഗൽ പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ക്ലിനിക്കൽ എന്താണ് മീറ്റിംഗ്സ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ സപ്ലൈ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് അടുത്ത നോക്കിയേ. ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് the records must not be sent out of the MRP. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ളത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്തൊക്കെ പർപ്പസിന് സപ്ലൈ ചെയ്യാം എന്നായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് നമുക്ക് കൊടുക്കാൻ പാടില്ല. എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് പർപ്പസിനൊക്കെ ആയിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതാണ്. കാര്യം അവരുടെ എന്തെങ്കിലും ക്ലിനിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാൻ പാടില്ല, സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അത് ചിലപ്പോ എക്സെപ്ഷൻ ആണ് കേട്ടോ. ഇതിനൊക്കെ സപ്ലൈ ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ സപ്ലൈ ചെയ്യാൻ പാടാത്ത രണ്ട് സിറ്റുവേഷൻ അവിടെ പറയുന്നുള്ളൂ. ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തതാണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. MLC കേസുകളുടെ രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. There should be a central medico-legal register retained in the accident and emergency department under the control of a chief medical officer. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആ ഒരു സെന്റൻസ് ഫുൾ ആയിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൂടെ, അതായത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. There should be a central medico legal register retained in the accident emergency department. കാഷ്വാലിറ്റിയില് ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ആരുടെ കൺട്രോളിലാണെന്ന് കൂടെ പഠിച്ചു വെക്കുന്നു കേട്ടോ. അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ് മെഡിക്കൽ ഓഫീസർ കേട്ടോ. ആരുടെ കൺട്രോളിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ സംവിധാനം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? All medico legal cases submitted from the casualty, outpatient and inpatient services must be registered in the central medico legal register. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാഷ്വാലിറ്റിയിൽ വരുന്ന കേസുകളായാലും ഔട്ട്പേഷ്യന്റ് ആയിട്ടോ ഇൻപേഷ്യന്റ് ആയിട്ടോ ഒക്കെ വരുന്ന ഏത് മെഡിക്കോ ലീഗൽ കേസുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ എന്നത് നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിനുശേഷം a medico legal stamp has to be affixed on each registered case to make sure that the case has been registered. അതുകൂടാതെ രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്ത് വെക്കണം. എന്തിനാ അഫിക്സ് ചെയ്ത് വെക്കുന്നത്? മെഡിക്കോ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അവിടെ അഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ആ സ്റ്റാമ്പ് കാണുമ്പോൾ നമുക്കറിയാം കേസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കേസ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അടുത്തതോ, the completed central medico legal register has to be kept under the custody of MRO. അങ്ങനെ പൂർത്തിയാക്കിയിട്ടുള്ള സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആയോ? അപ്പൊ മാറിപ്പോകരുത്. കാഷ്വാലിറ്റിയിലെ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ റിട്ടേൺ ചെയ്തത് CMOന്റെ കസ്റ്റഡിയിലാണ് കേട്ടോ, ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കസ്റ്റഡിയിലാണ്. അതുകൂടാതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകള് ഒരു MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. അടുത്തത്, all medico legal cases which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal case records are complete. അങ്ങനെ എന്ത് ചെയ്യണം? ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും, ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും എത്രയും പെട്ടെന്ന് ആരെ അറിയിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. അതും ത്രൂ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആ വിവരം പോലീസിനെ എത്രയും പെട്ടെന്ന് അറിയിച്ചിരിക്കണം. അതുകൂടാതെ എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഓക്കെ, അടുത്തതോ, these have to be kept under safe custody
ഓഫ് റെസ്പോൺസിബിൾ ഓഫീസർ ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഈ പറയുന്ന എല്ലാ റെക്കോർഡുകളും ഒരു എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിൽ കീപ്പ് ചെയ്തിരിക്കണം കേട്ടോ, സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. അതായത് ഏതോ ഒരു ഹോസ്പിറ്റലിലും ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കാഷ്വാലിറ്റിയിൽ വരുന്ന കേസ് ആയാലും ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ മെഡിക്കോ ലീഗൽ കേസുകളാണ് അത് നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓരോ രജിസ്റ്റർ ചെയ്ത കേസിന്റെ മുകളിലായിട്ട് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അവിടെ അഫിക്സ് ചെയ്ത് വെക്കും. എന്നുവെച്ചാൽ ആ കേസ് രജിസ്റ്റർ ആയത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ബന്ധപ്പെട്ട പോലീസിനെ അറിയിക്കുന്നു. ഓക്കെ, പോലീസിനെ നമ്മൾ അറിയിക്കുന്നു. പിന്നെ അതിനുശേഷം അതോടൊപ്പം മെഡിക്കൽ റെക്കോർഡ്സുകളുടെ കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇനി ഈ പറയുന്ന എല്ലാ മെഡിക്കൽ റെക്കോർഡ്സ് ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത്? അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദീസ് ഹാവ് ടു ബി കെപ്റ്റ് അണ്ടർ സേഫ് കസ്റ്റഡി ഓഫ് റെസ്പോൺസിബിൾ ഓഫീസർ. അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഓഫീസർ MRO ആയിരിക്കും കേട്ടോ, അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രയും കാര്യങ്ങൾ ഓക്കെയാണോ നിങ്ങൾക്ക്? Missing record, patient having multiple records, supply of records. In the medical legal cases, registration. ഇത്രയും ഭാഗങ്ങൾ ഓക്കെയാണല്ലോ? അടുത്തതാണ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. റിലീസ് ഓഫ് ഇൻഫർമേഷൻ. മെഡിക്കൽ റെക്കോർഡിൽ നിന്ന് എങ്ങനെയുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യാനായിട്ട് കഴിയുന്നത് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണ് കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവസി ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, നമ്മുടെ ഒരു സ്വകാര്യത അല്ലെ, അതാണ് എന്ത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വെദർ ഇൻ ഓറൽ ഫോം ഓർ റിട്ടൺ ഡോക്യുമെന്റേഷൻ റിലേറ്റിംഗ് ടു എനി ഐഡന്റിഫൈഡ് പേഷ്യന്റ് ഈസ് കോൺഫിഡൻഷ്യൽ അല്ലെ. അതായത് നമുക്കറിയാം ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പൊ വാക്കാലുള്ളതോ രേഖാമൂലമുള്ളതോ ആയ ഏത് ആരോഗ്യ വിവരങ്ങളും മെഡിക്കൽ റെക്കോർഡ്സുകളും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. വളരെ രഹസ്യാത്മകമായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ഒരിക്കലും അത് ഓടിപ്പോയി മറ്റൊരാളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാനൊന്നും പാടുള്ളതല്ല, അത് അവരുടെ പ്രൈവസിയെ ബാധിക്കും. അക്കോർഡിംഗ്ലി computer stored data information obtainable either in the form of medical records, disease and operation indexes, photographs, microfilms, videotape, audio tape or other device used for these purposes should be treated as the confidential documents. അപ്പൊ നമ്മളൊരു പേഷ്യന്റിന്റെ ആരോഗ്യ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ മെഡിക്കൽ റെക്കോർഡുകളായിക്കോട്ടെ മറ്റെന്തെങ്കിലും ഡിസീസസുകളായിക്കോട്ടെ ഓപ്പറേഷൻ കാര്യങ്ങളായിട്ട് ഫോട്ടോഗ്രാഫി മൈക്രോഫിലിംസ് വീഡിയോ ടേപ്പ് ഇതൊക്കെ പണ്ടത്തെ പോലെയല്ല. സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഒരു ലിസ്റ്റിലാക്കി തരാറുണ്ട് അല്ലെ, നമുക്ക് അത് അറിയാനായിട്ട് തരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോ ടേപ്പ് ഓഡിയോ ടേപ്പ് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും രഹസ്യാത്മക രേഖകളായിട്ട് കണക്കാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, so authorized staff are permitted to deal with such information. Authorized staff ആരൊക്കെയാണ്? Authorized staffs are those who are looking after the patient, normally including medical, nursing and paramedical personnel and the staff of the MRP. Okay, അപ്പൊ ഇത്തരം വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് കൈകാര്യം ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്? who are looking after the patient, അതായത് പേഷ്യന്റിനെ പരിപാലിക്കുന്ന ആൾക്കാർ. നോർമലി ആരൊക്കെയായിരിക്കും? ഡോക്ടേഴ്സ് അല്ലെ, മെഡിക്കൽ ഫീൽഡ് ഡോക്ടേഴ്സ്, നഴ്സിംഗ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ പേഴ്സണൽ ആൻഡ് സ്റ്റാഫ് ഓഫ് MRP ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ കേട്ടോ. ഇവരാണ് ഓതറൈസ്ഡ് വ്യക്തികൾ എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നത്. അത് വളരെ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാട്ടെ, ഓതറൈസ്ഡ് പേഴ്സൺസ് ആരൊക്കെയാണ്? മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സൺ ആൻഡ് സ്റ്റാഫ് ഓഫ് ദ MRP. ഓക്കെ, ക്ലിയർ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കൂ കേട്ടോ, 2 മിനിറ്റ് ഒന്ന് വായിക്കേ.
ഓക്കെ, അത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണല്ലോ അത്രയും ഭാഗങ്ങള്? അടുത്തത് കേട്ടോ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട്. റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി എങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ നിന്നും റിലീസ് ചെയ്യുന്നത് കേട്ടോ? എന്തൊക്കെ വിവരങ്ങളാണ്? 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കണ്ടീഷൻസ്. എങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് നോക്കിയേ? ഇഞ്ചുറീസ്, പോയ്സണിങ്, അബോർഷൻസ്, or cases involving accidents, suicides and homicides, harm to intimated the police or other legal authorities. എങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ്? ഇപ്പൊ ഈ പറയുന്ന ഇഞ്ചുറീസ്, പോയ്സണിങ്, അബോർഷൻ കേസസ്, ആക്സിഡന്റ്, സൂയിസൈഡ്, അല്ലെ, ഹോമിസൈഡ്, കൊലപാതകങ്ങള്, ഇത്തരത്തിലുള്ള എല്ലാ കണ്ടീഷൻസും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കണ്ടീഷൻസുകളാണ് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോലീസിനെയോ ബന്ധപ്പെട്ട നിയമ അധികാരികളെയോ അറിയിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് നമ്മൾ പുറത്തോട്ട് റിലീസ് ചെയ്യണം. കാര്യം ഇതൊക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ. ഈ മെഡിക്കോ ലീഗൽ കേസുകൾ ഒരിക്കലും ഒളിച്ചു വെക്കരുത് അല്ലെ. അതെന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമ്മൾ പോലീസിനെ അറിയിക്കണം അല്ലെ. അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഒരു നിയമാന്വേഷണം ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷൻസുകളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. ഓക്കെ, അടുത്തത് രണ്ടാമത്തത്, transmittable diseases that must be reported to the authorities concerned. അതുപോലെ തന്നെ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ്, പകർച്ചവ്യാധികൾ അല്ലെ. അത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട അധികാരികളുടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, that must be reported to the authorities concerned. ബന്ധപ്പെട്ട അധികാരികളോട് റിപ്പോർട്ട് ചെയ്യണം. കാര്യം എന്താണ്? നമ്മൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കോഴിക്കോട് നിപ്പ വൈറസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് പുറത്തേക്ക് അത്തരം വിവരങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിലീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? നമുക്ക് ആ ഒരു രോഗത്തിന് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റി അല്ലെ. എന്തുണ്ടായാലേ കൂടുതൽ ആളുകൾ വന്നേനെ ആ ലിസ്റ്റില് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വൈറസ് ഉണ്ട്, അതിന്റെ ആ ഒരു റിസ്കും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് നമ്മൾ റിലീസ് ചെയ്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസുകളൊക്കെ എടുക്കാൻ പറ്റി. കാര്യം നമുക്ക് കേട്ടപ്പോൾ ഒരു പേടി തോന്നിയെങ്കിൽ കൂടിയും അത്തരം വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്തപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കരുതലുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസ്മിറ്റബിൾ ഡിസീസസുകൾ എന്ത് ചെയ്യണം? അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരിക്കണം കേട്ടോ. പിന്നെ വരുന്നത് ഇവന്റ്സ്. എങ്ങനെയുള്ള ഇവന്റ്സുകളാണ്? ബർത്ത്, ഡെത്ത്, അതുപോലെ തന്നെ ഫോയിറ്റൽ ഡെത്ത് അല്ലെ. ജനനം, മരണം, ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്, പുറത്തേക്ക് നമ്മൾ അറിയിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബർത്ത്, ഡെത്ത് ആൻഡ് ഫോയിറ്റൽ ഡെത്ത് കേട്ടോ, അതായത് ജനനം, മരണം, ശിശു മരണങ്ങള്, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം? ഹാവ് ടു ബി റിപ്പോർട്ടഡ് ടു ദ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസ്, either directly or through members of the family. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്നെങ്കിൽ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റികളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ അതോറിറ്റിനെ അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജനനം, മരണം ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? രജിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലെ. ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡയറക്റ്റ് പോയിട്ട് അത് എന്ത് ചെയ്യാം? വിവരങ്ങൾ അറിയിക്കാം. അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് മുഖേനയും, അതായത് പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് മുഖേനയും ഇത്തരം വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. അടുത്തത്, court order. Court order. The hospital also must provide information in response to a court order. ഒരു കോടതി ഉത്തരവിന് മറുപടി ആയിക്കൊണ്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്? റിലീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊഴിച്ച് ബാക്കിയുള്ള വിവരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? റിലീസ് ചെയ്യരുത്. ഒരിക്കലും പേഷ്യന്റിന്റെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ അവരുടെ പേരോ അഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തോട്ട് റിലീസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് അത്തരത്തിലുള്ള കണ്ടീഷൻസുകള്, ട്രാൻസ്മിറ്റബിൾ ഡിസീസസുകള്, ഇവന്റ്സുകള്, കോർട്ട് ഓർഡർ മൂലം ഉണ്ടാവുന്ന റെസ്പോൺസിന് പകരമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവരങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. അതാണ് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡിന്റെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ കണ്ടന്റുകൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മൾ ആ കണ്ടന്റുകൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതിന് നമുക്ക് 2 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മളത് പറയുന്നത്. എന്താണ് ആ ഫീല് പറയുന്നത് ഒന്നുകൂടെ പറയാമോ? ലാസ്റ്റ് ഒന്നുകൂടെ പറയാം കേട്ടോ. റിലീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ, അത് നമുക്ക് ലാസ്റ്റ് ക്ലാസ് തീരുമ്പോ അത് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഓക്കെ,
ഇപ്പോ തുടർന്ന് കേൾക്കുക. കണ്ടന്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോ കണ്ടന്റുകൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് പഠിക്കുകയാണ്. ഒന്ന് ഏതൊക്കെയാണ് 2 കാറ്റഗറി, അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നാമത്തത് എന്താണ് കണ്ടന്റില്? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ. അതാണ് ഒന്നാമത്തെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? എന്താണ്? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റകൾ. അതാണ് ഒന്നാമത്തെ കണ്ടന്റ്. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അറിയോ? ക്ലിനിക്കൽ ഡാറ്റയാണ്. ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു രോഗിയുടെ ചികിത്സയും പരിചരണവും അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസും അല്ലെ, അതുമായിട്ട് ക്ലിനിക്കൽ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഡാറ്റ, അതാണ് ക്ലിനിക്കൽ ഡാറ്റ. അങ്ങനെ 2 തരത്തിലുള്ള കണ്ടന്റുകളാണ് ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉള്ളത്. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനും, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളും, പിന്നെ ക്ലിനിക്കൽ ഡാറ്റ. ഇനി ഓരോന്ന് എന്താണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ. ഒന്നാമത്തത് എന്താ നോക്കി? അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് എന്ന് വെച്ചാൽ റെക്കോർഡ്സ് റിലേറ്റഡ് ടു ദ അഡ്മിഷൻ ചാർജസ്. അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന്റെ ചാർജസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ റൂം റെന്റ് അല്ലെ, അതുപോലെ തന്നെ ടെസ്റ്റുകള്, പ്രൊസീജിയറുകള്, അതിനൊക്കെ നമുക്ക് ഈടാക്കുന്ന പൈസകള് അല്ലെ, അത്തരം ആ ഒരു ചാർജ്, അങ്ങനെയുള്ള ചാർജുകൾ കേട്ടോ. അതാണ് അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. ദാറ്റ് മീൻസ് ചാർജസ് റിലേറ്റഡ് ടു ദ പേഷ്യന്റ് അഡ്മിഷൻ. പിന്നെ വരുന്നത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ അത് ജെനുവിനാണ്, ഓക്കെ, അത് കംപ്ലീറ്റ് ആണ്, ആക്യുറേറ്റ് ആണ് എന്നുള്ളതിനുള്ള ഒരു എന്താ പറയാ അറ്റസ്റ്റേഷൻ ആണ്. ഓക്കെ, അത് ഉറപ്പിക്കുന്ന ഒരു അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകള് കംപ്ലീറ്റ് ആണ്, അത് ആക്യുറേറ്റ് ആണ്, അപ് ടു ഡേറ്റ് ആണ്, ജെനുവിൻ ആണ് എന്ന് എന്താണ് ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. അത് അതിനകത്ത് വരുന്ന ഒരു കണ്ടന്റ് ആണ്. പിന്നെ വരുന്നത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ആണ് കേട്ടോ. അതായത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ ആയിട്ടുള്ള പ്രവേശന വ്യവസ്ഥ. എന്ത് കാരണം കൊണ്ടാണ് ഇവർ അഡ്മിറ്റ് ചെയ്തത്, അഡ്മിഷന്റെ റീസൺ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ കണ്ടന്റ് അല്ലാണ്ടോ കൺസെന്റ് എന്നാണ് കേട്ടോ. കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അതുപോലെ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സമ്മതം അല്ലെ, കൺസെന്റ്, അത്തരം കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതുപോലെ സ്പെഷ്യൽ കൺസെന്റ്, പ്രത്യേകമായിട്ട് ചില സമ്മതങ്ങൾ വേണം. അതായത് അതെന്താന്ന് നമുക്ക് പറയാം. സർജറി ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി തന്നെ എന്ത് വേണം? പേഷ്യന്റിന്റെ കൺസെന്റ് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡാറ്റകൾ ഉൾപ്പെടുന്നതാണ് ഇത് ഒരു കണ്ടന്റ് അല്ലെ, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും കണ്ടന്റുകൾ അത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കണ്ടന്റുകളാണ് കേട്ടോ. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, കണ്ടന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സ്പെഷ്യൽ കൺസെന്റ്. ഇനി ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് കേട്ടോ. ഓക്കെ, അഡ്മിഷൻ ചാർജ് റെക്കോർഡ് ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചാർജുകളെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യുന്ന ഡാറ്റകളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. ആ ഒരു രോഗിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ, വർക്ക് ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളാണ് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഡാറ്റകളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാ ഡാറ്റകളും എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതോ കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓഫ് ഫേസ് ഷീറ്റ്. അപ്പൊ എന്തൊക്കെ ഷീറ്റുകൾ, എന്തൊക്കെ ഫോമുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും? ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും അല്ലെ, പേഷ്യന്റിന്റെ ആ ഒരു ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാവും. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, അഡ്മിറ്റ് ആണ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന്റെ റെക്കോർഡ് വിവരങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. സമ്മറി ഷീറ്റ് ഉണ്ടാവും. ഓർ ഫേസ് ഷീറ്റ്. ഫേസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഏതിനകത്ത് ഉണ്ടാവും? അഡ്മിഷൻ അഥവാ ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഓർത്ത് വെക്കാട്ട് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് ബേസിക് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഉണ്ടാവും, അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടായിരിക്കും, അഡ്മിഷന്റെ സമയത്ത് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും, പിന്നെ അവരുടെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, അതുപോലെ സമ്മറി ഷീറ്റ്, ഫേസ് ഷീറ്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഓക്കെ ആണോ?
അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്തതാണ് ഇത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ഈ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യവസ്ഥകളാണ്. അതിനെ പറ്റി എന്തുണ്ടാവും മെഡിക്കൽ റെക്കോർഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നോക്കുക, ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഷീറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ദ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ബ്രാക്കറ്റില് അഡ്മിഷൻ കൺസെന്റ് എന്ന് പറയും കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, അതിന്റെ പുറകുവശത്തായിട്ടാണ് നമ്മൾ സാധാരണ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻസ് ഒരു അഡ്മിഷൻ കൺസെന്റ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അഡ്മിഷൻ ഫോം ഉണ്ടാവുമല്ലോ, ഓക്കെ, ആ ഫോമിന്റെ പുറകുവശത്തായിട്ട് അഡ്മിഷൻ കൺസെന്റ് രേഖപ്പെടുത്തിയിരിക്കും. ആ അഡ്മിഷന്റെ കൺസെന്റ് സമ്മതം അറിയിച്ചുകൊണ്ടുള്ള ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന്റെ പുറകിലായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് അഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ. എന്തിനാ നമ്മൾ അഡ്മിഷൻ കൺസെന്റ് വാങ്ങുന്നത്? രോഗിയിൽ നിന്ന് അതായത് ഒരു റൂട്ടീൻ ആയിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിന് അവർ എന്താണ് സമ്മതമാണ് അല്ലെ, അവർക്ക് അത് തയ്യാറാണ് അറിയിച്ചുകൊണ്ടുള്ള ഒരു കൺസെന്റ് ആണ് നമ്മൾ അവിടെ വാങ്ങുന്നത്. ഓക്കെ, അടുത്തത് ദ ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി. ഹോസ്പിറ്റലിന് പൂർണ്ണമായിട്ടും ഒരു ഔട്ട്കം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല അല്ലെ. പൂർണ്ണമായിട്ടും അസുഖം മാറും അല്ലെങ്കിൽ അസുഖത്തിന് നല്ലൊരു മാറ്റം വരുമെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ ഒരിക്കലും അത് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് കരുതി ഹോസ്പിറ്റലിൽ മാക്സിമം നല്ല പരിചരണങ്ങളൊക്കെ കൊടുക്കും, പക്ഷെ അതിന്റെ ഒരു ഫുൾ ഔട്ട്കം ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന് സാധിക്കില്ല. So it is the duty of the admission clerk to describe to the patient the contents of this form and its purpose. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോമിനകത്തുള്ള കണ്ടൻസുകള് അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? അഡ്മിഷൻ ക്ലർക്ക് രോഗികൾക്ക് വിശദമാക്കി കൊടുക്കണം. ഇപ്പൊ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു അഡ്മിഷൻ ക്ലർക്കാണ് എന്ത് ചെയ്യുന്നത്? അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളൊക്കെ പേഷ്യന്റിനെ വിശദമാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിഷൻ ക്ലർക്കിനാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ പറഞ്ഞു, എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നു, അഡ്മിഷന്റെ കൺസെന്റ് ഒക്കെ നമ്മൾ വാങ്ങും. അടുത്തതാണ് ഇത് കൺസെന്റ് ഓഫ് ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ. ഇനി ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ് ആണ് ഇനി പറയുന്നത് കേട്ടോ. ഇത് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ടു സ്പെസിഫിക്കലി നേംഡ് ഓർഗനൈസേഷൻസ് the copies of the patient's medical record. അതായത് നമ്മളൊരു വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ്, അഡ്മിഷന് നമ്മൾ കൺസെന്റ് എടുക്കുന്നുണ്ട് അല്ലെ. അഡ്മിഷൻ കൺസെന്റ് എന്തിനാ എടുക്കുന്നത്? അവിടെ അഡ്മിറ്റ് ആയിട്ട് പരിചരണങ്ങൾ എടുക്കാനായിട്ട് രോഗിക്ക് സമ്മതമാണ് എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ കൺസെന്റ് വാങ്ങുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കൺസെന്റ് ആണ് കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. പേഷ്യന്റിന്റെ വിവരങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ്. It permits hospital to send a specifically named organization the copies of the patient medical record. ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളുടെ കോപ്പികൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് റിലീസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അനുവാദമാണ് ഈ ഒരു കൺസെന്റിലൂടെ ആർക്ക് ലഭിക്കുന്നത്? ഹോസ്പിറ്റലിന് ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കൺസെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് ധൈര്യമായിട്ട് ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ എന്ത് ചെയ്യാം? മറ്റേതെങ്കിലും ഓർഗനൈസേഷനിലോട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ അവർക്കത് പാസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. ഇത് ഈ പറഞ്ഞോളം അഡ്മിഷൻ ഫോം അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ പുറകുവശത്തായിട്ടായിരിക്കും ഈ ഒരു കൺസെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അതുകൂടാതെ the patient's signature on this form permits the hospital to release medical information compiled during the current episode of care. അപ്പൊ നമ്മൾ ആ ഒരു ഫോമില് പേഷ്യന്റിന്റെ സിഗ്നേച്ചർ കിട്ടിയ പേഷ്യന്റിന്റെ ആ ഒരു ഒപ്പ് കിട്ടിക്കഴിഞ്ഞാല് അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതുവരെ നിലവിൽ സമാഹരിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും എല്ലാ മെഡിക്കൽ ഇൻഫർമേഷനും ഹോസ്പിറ്റലിന് റിലീസ് ചെയ്യുന്നതിനായിട്ടുള്ള അധികാരമാണ് ആ ഒരു സിഗ്നേച്ചറിലൂടെ ഹോസ്പിറ്റലിന് ലഭിക്കുന്നത്. ഇപ്പൊ പേഷ്യൻസ് വന്നു, അത് വായിച്ചു നോക്കി അവർ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാം? അവരുടെ മെഡിക്കൽ റെക്കോർഡിന്റെ അത്തരം വിവരങ്ങൾ എന്ത് ചെയ്യാം? പുറത്തോട്ട് അവർക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു പരിചരണത്തിൽ അവർ സമാഹരിച്ചിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇൻഫർമേഷൻസുകളും
സാധനങ്ങളും പുറത്തേക്ക് വിടുന്നതിനുള്ള ഒരു അനുവാദമാണ് ഹോസ്പിറ്റൽ യൂസേജിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? സ്പെഷ്യൽ കൺസെന്റ് ആണ് കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കുന്ന കൺസെന്റ്. പ്രത്യേകമായിട്ടുള്ള കൺസെന്റ് നമുക്ക് എപ്പോഴും ആവശ്യം വരിക? ഇപ്പൊ ഒരു സർജറിയുടെ സമയത്ത് ഒരു സ്പെഷ്യൽ കൺസെന്റ് ആവശ്യം വരും അല്ലെ? അവിടെയാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നോക്കുക, നീഡഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ്. അതായത് നീഡഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ്. നമ്മളൊരു പേഷ്യന്റിന് പതിവല്ലാതെ നോൺ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഏത് ചികിത്സാ നടപടിക്രമങ്ങൾക്കും എന്ത് ആവശ്യമാണ്? സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ്. ഓൾറെഡി നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിഷൻ കൺസെന്റ് നമ്മൾ വാങ്ങുന്നുണ്ട് അല്ലെ? അഡ്മിഷൻ കൺസെന്റ് നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പൊ നോർമലി ആ രോഗിക്ക് കിട്ടുന്ന എല്ലാ പരിചരണങ്ങളും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു ഉറപ്പാണ് ആ ഒരു കൺസെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതേസമയം നോൺ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഏതൊരു ചികിത്സാ നടപടിക്രമങ്ങൾക്കുമുള്ള ആ ഒരു കൺസെന്റ്, അതാണ് സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറഞ്ഞത്. ഒരു സർജറി ചെയ്യേണ്ടി വരും, അതെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇമ്മീഡിയറ്റ് സർജറി ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നോൺ റൂട്ടീൻ ആയിട്ട് ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സുകള് ആണ് നമുക്ക് സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമായിട്ട് വരുന്നത്. അതുകൂടാണ്ട് this gives return proof that the patient agrees to the procedure recorded in the form. അതായത് ആ ഒരു കൺസെന്റിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? ആ ഒരു രോഗിയുടെ രേഖാമൂലമുള്ള ഒരു റിട്ടേൺ പ്രൂഫ് ആണ് അതിലൂടെ ലഭിക്കുന്നത്. ചില പേഷ്യന്റ് ആ ഫോമിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചികിത്സാ നടപടിക്രമങ്ങളും നേടാൻ അല്ലെങ്കിൽ അത് എടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള പേഷ്യന്റിന്റെ രേഖാമൂലമുള്ള ഒരു സമ്മതമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്തത് എന്താണ്? കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ റിക്വയർ ദാറ്റ് the medical staff bylaws and rules and regulation states that a surgical operation may be executed only on the consent of the patient or legal representative except in emergency. കേട്ടോ, അതായത് അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ ഒരു പേഷ്യന്റിന്റെ ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെയോ സമ്മതത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? സർജിക്കൽ ഓപ്പറേഷൻ നടത്താനായിട്ട് പാടുള്ളൂ. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഡോക്ടേഴ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ചെയ്യേണ്ടത്. അത് പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെയോ ആ ഒരു സമ്മതത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്പെഷ്യൽ കൺസെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ സർജറി ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് സ്പെഷ്യൽ കൺസെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ ഫീത. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് സ്റ്റാഫുകള് അവർക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന എന്നാൽ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിനിക്കൽ ഡാറ്റയാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുകള്, അവർക്ക് ചെയ്യുന്ന പ്രൊസീജിയറുകള് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ക്ലിനിക്കൽ ഡാറ്റയൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ആദ്യം നമുക്ക് ജസ്റ്റ് പോയിന്റുകൾ ഒന്ന് വായിക്കാം. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്. ഈ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എവിടെയും വരുന്നുണ്ട്? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ അതും വരുന്നുണ്ട്. അതായത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ എൻട്രി ചെയ്യേണ്ട ചിലവ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ക്ലിനിക്കൽ ഡാറ്റകളും വരുന്നുണ്ട് അല്ലെ? ക്ലിനിക്കൽ ഡാറ്റ അഡ്മിഷനിൽ വരുന്നില്ലേ? എന്ത് കാരണം കൊണ്ടാണ് അവർ അഡ്മിറ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അത് ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്തത് വരുന്നുണ്ട് കേട്ടോ. അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ്, അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് ഓർഡർ എന്നാണ് കേട്ടോ. എഴുതി ചേർക്കണേ, ഫിസിഷ്യൻസ് ഓർഡർ എന്നാണ് കേട്ടോ. ഓക്കെ, ദെൻ പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, ഇലക്ട്രോകാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. അത് തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേറ്റീവ് ഡാറ്റ, അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. അത് തന്നെയാണ് ഓപ്പറേറ്റീവ് ഡാറ്റ കേട്ടോ, സെയിം ആണ്. പിന്നെ നഴ്സിംഗ് ഡാറ്റ, പിന്നെ നഴ്സസ് നോട്ട്സ്, TPR ഗ്രാഫിക് ചാർട്ട്, മെഡിക്കേഷൻ ഷീറ്റ് ആൻഡ് ഡയറ്റ് ചാർട്ട്. ഇത്രയുമാണ് കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്,
മിസലേനിയസ് റിപ്പോർട്ട്, ലബോറട്ടറി റിപ്പോർട്ട് ആൻഡ് ഡിസ്ചാർജ് സമ്മറി. ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, വായിച്ചു നോക്കി. തേർഡ് പോയിന്റ് അല്ലെ, മൂന്നാമത്തെ പോയിന്റ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണോ ഉദ്ദേശിച്ചത് അർച്ചന? ഫിസിക്കൽ എക്സാമിനേഷൻ ആണോ അതോ സ്പെഷ്യൽ കൺസെന്റിന്റെ മൂന്നാമത്തെ പോയിന്റ് ആണോ? സ്പെഷ്യൽ കൺസെന്റിന്റെ മൂന്നാമത്തെ പോയിന്റ് അത് ഇത്രയേ ഉള്ളൂ. അതായത് കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ റിക്വയർ ദാറ്റ് the surgical operation may be executed only on the consent of the patient or legal representative except in emergency. അതായത് എമർജൻസി സാഹചര്യങ്ങളിൽ ഒഴികെ, എമർജൻസിയിലാവുമ്പോൾ നമുക്ക് അവരുടെ കൺസെന്റ് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിട്ട് വരില്ല. പെട്ടെന്ന് ഒരു എമർജൻസി കേസിലുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഉടനടി തന്നെ നമുക്ക് സർജറി വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൺസെന്റ് വാങ്ങാൻ പറ്റിയിട്ട് വരില്ല. കാര്യം ആ സർജറി ചെയ്തെങ്കിൽ മാത്രമേ ചിലപ്പോൾ അവരുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒഴികെ, അതിന് കുഴപ്പമില്ല, അത്തരം സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സർജിക്കൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒന്നുകിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെയോ എന്ത് ആവശ്യമാണ്? സ്പെഷ്യൽ കൺസെന്റ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അതാണ് മൂന്നാമത്തെ. ഓക്കെ, ക്ലിയർ ആയോ അർച്ചനെ? ഓക്കെ ആണോ? മനസ്സിലായോ? എമർജൻസിയിൽ നമുക്ക് പറ്റില്ല, അവരുടെ കൺസെന്റ് എടുക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ട് വരില്ല. പക്ഷെ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഏത് സർജറി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെയോ കൺസെന്റ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഡാറ്റകള് നമുക്ക് ഏകദേശം ഒരു 23 പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അതിന് ഓരോന്ന് ക്ലിനിക്കൽ ഡാറ്റ ഉണ്ടല്ലോ, ക്ലിനിക്കൽ ഡാറ്റ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മൾ 23 നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ നമ്മൾ ചിലതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ്, ഫിസിഷ്യൻ ഓർഡർ എന്താണ്, പ്രോഗ്രസ് നോട്ട് എന്താണ്, അങ്ങനെയുള്ളതൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാര്യം അവിടെ നമുക്ക് ഇഷ്ടം പോലെ ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടോ. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് അതിനകത്ത് എന്തൊക്കെ, അത് ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്ന ഒരു ആണ് കേട്ടോ. ഒരു ക്ലിനിക്കൽ ഡാറ്റയാണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നോക്കിയേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ. ഓക്കെ 22 പോയിന്റേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അതെന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നതും ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 23 ഇല്ല 22 വരുള്ളൂ. ശരിയാണ് കേട്ടോ. കാര്യം ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്, ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അപ്പൊ ഒരെണ്ണം അതിന് വെട്ടിക്കളഞ്ഞിട്ടോ. 22 കറക്റ്റ് ആണ്. അപ്പൊ നോക്കാം, നമ്മൾ ഈ പറയുന്ന അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് എല്ലാ ഡയഗ്നോസിസിന്റെയും, അതായത് രോഗികൾ നടത്തുന്ന എല്ലാ രോഗനിർണയങ്ങളുടെയും ചികിത്സാ നടപടിക്രമങ്ങളുടെയും എല്ലാവിധ വിശദാംശങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് എല്ലാ രോഗനിർണയങ്ങളുടെയും അതുപോലെ തന്നെ ചികിത്സാ നടപടിക്രമങ്ങളുടെയും വിശദാംശങ്ങൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. The attending physician is liable for giving and authenticating the information. ഓക്കെ, അത്തരം വിവരങ്ങള് ഓതന്റിക്കേറ്റ് ചെയ്യാനും അതിന്റെ ജെനുവിനിറ്റി ഉറപ്പാക്കാനും അത്തരം വിവരങ്ങളൊക്കെ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഫിസിഷ്യൻ ആണുള്ളത്. ഡോക്ടറാണ് അത് ചെയ്യുന്നത് അല്ലെ. ഡോക്ടറാണ് അങ്ങനെയുള്ള വിവരങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അത്തരം വിവരങ്ങളുടെ ആ ഒരു ഓതന്റിസിറ്റിയിൽ അതിന്റെ ഒരു ജെനുവിനിറ്റി ഉറപ്പുവരുത്തുന്നതും ആരാണ്? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്. അത് മാത്രമല്ല, ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വെൽ റിട്ടൺ ഇൻ ഫുൾ വിതൗട്ട് സിംബൽസ് ആൻഡ് അബ്രീവിയേഷൻ. എല്ലാ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സുകളും എന്താണ്, നമ്മുടെ സിംബലുകളോ അബ്രീവിയേഷൻസുകളോ ഒന്നും ഉപയോഗിക്കാതെ വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അതില് രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. അവിടെ നമ്മൾ സിംബലുകൾ അബ്രീവിയേഷൻസ് ഒന്നും ഉപയോഗിക്കരുത്.
എല്ലാം നമ്മൾ ഫുൾ സെന്റൻസിൽ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ആരാണ് എന്നോട് ചോദിച്ചത്? അഫീലയല്ലേ എന്നോട് ചോദിച്ചിട്ട്? അഫീലെ ഇതൊരു പോയിന്റ് പറയാൻ പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? ഞാൻ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? ലാസ്റ്റ് പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തായിരുന്നു അത്? റിലീസ് ഓഫ് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? ആണോ? അഫീലെ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ, റിലീസ് ഓഫ് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറയാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തേത് നമുക്ക് എങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒന്ന്, കണ്ടീഷൻസ്. ബ്രാക്കറ്റിൽ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചുറി, പോയ്സണിങ്, അബോർഷൻ കേസുകൾ, ആക്സിഡന്റ്, സൂയിസൈഡ്, കൊലപാതകങ്ങള്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം വിവരങ്ങൾ നമ്മൾ പോലീസിനെയോ അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റീസിനെയോ അറിയിക്കണം. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തോട്ട് റിലീസ് ചെയ്യണം. കാര്യം അത് റിലീസ് ചെയ്യണം. കാര്യം മെഡിക്കോ ലീഗൽ കേസുകളാണ്, അത് ആരോടും പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. അത്തരം കേസുകൾക്ക് അന്വേഷണം ആവശ്യമായിട്ടുള്ള കേസുകളാണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? പോലീസിനെ അറിയിച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്, അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. അതുപോലെ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ദാറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. ഈ പകർച്ചവ്യാധികൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തപ്പോ അത് ഒളിച്ചു വെക്കുകയാണോ ചെയ്തത്? അല്ല, അത് പുറത്തോട്ട് റിലീസ് ചെയ്തിരുന്നു. എന്തിനാ അങ്ങനെ റിലീസ് ചെയ്യുന്നത്? അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ ട്രാൻസ്മിറ്റബിൾ ഡിസീസസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധപ്പെട്ട അറിയിച്ചിരിക്കണം. അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവന്റ്, ഇങ്ങനെയുള്ള ഇവന്റ്, ബർത്ത്, ഡെത്ത്, ജനനം, മരണം, അതുപോലെ ശിശു മരണങ്ങള്, അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തോട്ട് റിലീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോർട്ട് ഓർഡർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ആൾസോ മസ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു എ കോർട്ട് ഓർഡർ. ഒരു കോടതി ഉത്തരവിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു കോടതി ഉത്തരവ് വരെയാണ്, എന്തെങ്കിലും വിവരങ്ങൾ പുറത്തോട്ട് വരണം, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡിൽ നിന്ന് ആവശ്യമായിട്ട് എന്തെങ്കിലും ഒരു വിവരം വേണമെന്ന് കോർട്ട് ഓർഡർ വരികയാണെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തോട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അതിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും ഭാഗങ്ങള് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാലോ? വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നാളെ ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇടും കേട്ടോ. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇൻഫർമേഷൻ ഇടും. ഓക്കെ, താങ്ക് യു.